നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സുശീലേ, പുതിയ മരുമോൾ എന്ത് പറയുന്ന ആന്റി? എല്ലാരും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പി അരുവി, പക്ഷേ ഞാൻ ഹാപ്പി അല്ല. ആന്റി ഇപ്പോഴും പഴയതൊക്കെ മനസ്സിൽ വെച്ചോണ്ട് നടക്കാണോ? കാലത്തിനും സാഹചര്യത്തിനും ഒത്തു മാറിയാലേ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റൂ ആന്റി. എനിക്കങ്ങനെ ആരുടെ ഔദാര്യത്തിൽ ജീവിക്കണമെന്നില്ല രവി. ദീർഘായുസോടെ ജീവിക്കണമെന്നേ ഉള്ളൂ. ജീവിക്കുന്നിടത്തോളം കാലം ആരുടെയും മുമ്പിൽ തല ഉനിക്കാതെ ജീവിക്കണം. ഇതൊക്കെ അഹങ്കാരികൾ പറയുന്ന വാക്കാ. ഒരു മനുഷ്യൻ ജനിക്കുമ്പോ അവരെങ്ങനെ മരിക്കണമെന്നും അവന്റെ തലയിൽ എഴുതി വച്ചിട്ടുണ്ട്. കിടന്നു മരിക്കേണ്ടവര് കിടന്നു തന്നെ മരിക്കൂ സുശീലേ. ആ കിടപ്പിൽ ആരെങ്കിലും സഹായത്തിന് എത്തണമെങ്കിൽ നല്ല കാലത്ത് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം. അല്ലാതെ തലവനിക്കാതെ ജീവിക്കണമെന്ന് വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞമ്മ പറഞ്ഞത് സത്യം ആന്റി. ഹർഷയുടെ കാര്യം തന്നെ അതിനൊരു ഉദാഹരണമല്ലേ? പിന്നെ നാളെ ചിലപ്പോൾ സുശീല ആന്റിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാ നോക്കാൻ മരുമകളെ അനുപമേ കാണൂ. അത് മറക്കണ്ട. മതി, നിർത്ത് ആന്റി. സോറി ആന്റി. ഓ സാരമില്ല കർഷേ, ഇത് രവിയുടെ വീടല്ലേ. ഇവിടെ വെച്ച് അവന് ഇഷ്ടമുള്ളത് പറയാം. പറയട്ടെ, ഞാൻ ഏതായാലും ഇറങ്ങാ ആന്റി. പിന്നെ വരാം ഹർഷേ. ഗേറ്റ് തുറക്കും. നീ എന്താ മഞ്ചാടി കാണിക്കുന്നേ? എന്തോ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന പോലെയാണല്ലോ. ഇതാരൊക്കെ വന്നേന്ന് നോക്കി. അച്ഛാ, എന്താ മഞ്ചാടി, ഒരു സന്തുഷ്ട കുടുംബത്തെ കാണുന്നത് സെലിബ്രിറ്റീസിനെ കാണുന്നതേക്കാൾ സന്തോഷമുള്ള കാര്യല്ലേ? ഇപ്പൊ എടുത്ത വീഡിയോ ഞാൻ എന്റെ ഓൺലൈൻ പേജിൽ റീൽസ് ആയിട്ടിടും. വിച്ചുമോനെന്താ ഒരു ഗൗരവം? അച്ഛനെ അമ്മയും കിട്ടിയപ്പോ നീ ഞങ്ങളെയൊക്കെ മറന്നോ? ഹേയ്, പിച്ചൂട്ടൻ അങ്ങനൊന്നും മറക്കില്ല അല്ലടാ കുട്ടാ. അല്ല, നിന്റെ അച്ഛമ്മ എന്ത് പറയുന്നു? മുന്നോട്ടിന് കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടോ വിച്ചൂട്ടാ? ഇവിടുന്ന് ആരും അങ്ങോട്ട് വരാതെ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞപ്പോ സുശീല എതിർപ്പൊന്നും പറഞ്ഞില്ലേ ഇന്ദിര? ആ, അമ്മയ്ക്കിപ്പോ ഏത് കാര്യത്തിലും തുടക്കത്തിലുള്ള എതിർപ്പ് മാത്രമേ ഉള്ളൂ ഭാനുവമ്മേ. നമ്മളൊരു കാര്യം ചെയ്യൂന്ന് തോന്നിയാൽ അത് പിന്നെ എതിർക്കത്തൊന്നുമില്ല. താലികെട്ടിന് അമ്പലത്തിൽ വന്നപ്പോഴും അത് തന്നെയല്ലേ ഉണ്ടായത്. താലി കെട്ടിക്കഴിഞ്ഞെന്ന് മനസ്സിലായപ്പോ ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയില്ലേ അല്ലേ? വീട്ടിലെത്തിയ ഞങ്ങളെ അമ്മ ആരതി എടുത്ത് സ്വീകരിക്കാൻ ചെയ്തില്ലേ? അതിനപ്പുറം എന്ത് സന്തോഷ വേണ്ടത് ഭാനുമേ? കൂടുതലൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് പോയാ മാത്രം മതി. അതെ, വാ എല്ലാരും അതൊക്കെ വാ വാ. വായച്ചി. മോളെ ചിരു, കുടിക്കാൻ എന്തെങ്കിലും എടുത്തുണ്ടോ? ഇപ്പൊ എടുക്കാച്ച. മഞ്ചാടി നീയും കൂടെ ചീരു, ഞാൻ കൂടെ വരാം. വേണ്ട വേണ്ട, ഇപ്പൊ തൽക്കാലം അനുചേച്ചി ഇവിടെ നിന്നാ മതി. താലിയിട്ട് കഴിഞ്ഞ് ആദ്യമായിട്ട് ഇവിടെ കയറി വന്നതല്ലേ, കുടിക്കാൻ ഞാൻ എടുത്തോണ്ട് വന്നോളാം. പിന്നെ ഉച്ചക്കത്തെ ഊണ് വേണമെങ്കിൽ അനുചേച്ചി ഉണ്ടാക്കിക്കോട്ടോ. ഓ ആയിക്കോട്ടെ. വാടി, നീ വരുന്നോ? നിങ്ങളങ്ങോട്ട് ഇരിക്കേ. ഇരിക്കിരിക്കെ. അല്ല, എന്തായാലും ഊണ് കഴിച്ചിട്ടല്ലേ രണ്ടാളും പോവൂ? അയ്യോ, ഞാൻ ഉടനെ ഇറങ്ങും ഭാനുവമ്മേ. ഷോപ്പിൽ പോണം, പിന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട്. അത് കുഴപ്പമില്ല. ഇന്ദ്രൻ പോയിട്ട് ഊണ് കഴിക്കാൻ സമയമാകുമ്പോ ഇങ്ങോട്ടേക്ക് വന്നാ മതി. അനുമോൾ ഇവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല അച്ഛാ, അത് തന്നെയാ ഞങ്ങൾ വിചാരിച്ചത്. എന്റെ മോന്റെയും കുറച്ച് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകണം അച്ഛാ.
അമ്പിളി ചേച്ചിയും രഘുവേട്ടനും ഇന്നിങ്ങോട്ട് വരുമോ? അറിയില്ല. അവരവരുടെ ഇഷ്ടത്തിന് വരും പോവും, ഞാൻ അന്വേഷിക്കാറില്ല. അല്ലച്ചാ, ലച്ചുമോൾ എവിടെ ഉള്ളോണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. വിച്ചുമോനും കൂടി വന്ന സ്ഥിതിക്ക് ലച്ചുവിന് ഇനി അച്ഛനെയും അമ്മയും കണ്ടില്ലേലും ഒരു കുഴപ്പമില്ല. അമ്പിളി ചേച്ചിക്കും രഘുവേട്ടനും ദാസങ്ങളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാവുമ്പോ മോളെ ഇവിടെ നിർത്തി അവർക്ക് രണ്ടുപേർക്കും കമ്പനി പോവാലോ. ആ ആ. അത് തന്നെയാ നല്ലത്. ചീരു അച്ഛനും എന്തായാലും ഇവിടെ ഉണ്ടല്ലോ. അവര് ഇവിടെ വന്ന് നിൽക്കുന്നതാവും എന്തുകൊണ്ടും നല്ലത്, അല്ലേ അച്ഛാ? ആ അതെ അതെ. നിങ്ങൾ അതെടുത്ത് കുടിക്കേ. എത്രയായി? 100. ദാ. ആ. വിരുന്നുകാരുണ്ടല്ലോ. സുഖമല്ലേ രണ്ടാൾക്കും? ആ സുഖമായിരിക്കുന്നു സുശീലേ. ആ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അനുപമ എവിടെ സുശീലേച്ചി? അല്ല, ഓ, നിങ്ങൾ പലഹാരപ്പൊതിയായിട്ട് അനുപമയെ കാണാൻ വന്നതാണോ? എങ്കിലും നേരെ അവളുടെ വീട്ടിലേക്ക് പോയാ മതിയായിരുന്നല്ലോ. ആ മോളെ. അമ്മ ഇതെന്താ പെട്ടെന്ന്? ഇവര് അനുപമയ്ക്ക് കൊടുക്കാൻ മധുരമായിട്ട് വന്നതല്ലേ. ദാ അങ്ങോട്ടുണ്ടോയി വെച്ചേക്ക്. അനുചേച്ചി അവരുടെ വീട്ടിലേക്ക് പോയിരിക്കോ? വൈകിട്ടേ വരും. അല്ല, അനുചേച്ചി ഇങ്ങോട്ട് തിരിച്ചു വന്ന കാര്യം നിങ്ങളെങ്ങനെ അറിഞ്ഞത്? അനുപമ ഒളിച്ചു കയറി വന്നൊന്നും അല്ലല്ലോ. ഇന്ദ്രൻ അവളെ അമ്പലത്തിൽ വെച്ച് താലികെട്ടി കൊണ്ടുവന്നല്ലേ. ഞങ്ങളെ ക്ഷണിച്ചില്ലെങ്കിലും ഒന്ന് അറിയിക്കായിരുന്നു.